കാത്തിരിപ്പ് അവസാനിക്കാറായി. ആരാധകരുടെ നെഞ്ചിടിപ്പിന്റെ താളവ്യത്യാസം ഉറഞ്ഞു തന്നെ കേൾക്കാം. ആകാംക്ഷയുടെ അങ്ങേയറ്റം മുറുകെ പിടിച്ചു നിർത്തുന്ന ഭ്രമയുഗത്തിന് ചെറിയ തോതിലുള്ള വെട്ടിത്തിരുത്തലുകൾ സംഭവിക്കുന്നു. കുഞ്ചമൻ പോറ്റിയുടെ കഥയല്ല ഭ്രമയുഗം എന്ന് സംവിധായകൻ ആവർത്തിക്കുമ്പോഴും കുഞ്ചമൻ കുടുംബം കോടതിയെ സമീപിച്ചതും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തിരുത്തലുകൾക്ക് തയ്യാറായതും എന്തുകൊണ്ടായിരിക്കും? ഇതിനൊക്കെ അപ്പുറം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭ്രമയുഗത്തിന്റെ കളർ വേർഷൻ വേറെയുണ്ടോ? കുറച്ച് ദിവസങ്ങൾ മുന്നേ ഭ്രമയുഗം സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ ട്രെയിലർ ഡീകോഡ് ചെയ്യാനും പല ദുരൂഹതകളുടെയും കുരുക്കഴിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു. ഓരോ ഷോട്ട്സിന്റെയും ഫ്രെയിംസിന്റെയും ഭംഗിയും ഓരോ ക്യാരക്ടേഴ്സിന്റെയും മുഖഭാവങ്ങളും ആസ്വദിക്കാൻ പലർക്കും കഴിഞ്ഞു എന്നതിലപ്പുറം ഒന്നും സംഭവിച്ചില്ല. ഓരോ ചിത്രങ്ങളും പുറത്തിറങ്ങുമ്പോൾ സ്ഥിരമായും കാണുന്ന കുറച്ച് ഊഹാപോഹ പ്രക്രിയകൾ മാത്രം നടന്നു. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലകളിൽ പ്രതിപാദിക്കുന്ന കുഞ്ചമൻ പോറ്റി എന്ന കഥാപാത്രമാണ് മമ്മൂക്ക ചെയ്യുന്നത് എന്ന വാദം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പേ പൊങ്ങി വന്നപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഭ്രമയുഗം പൂർണ്ണമായും ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണെന്ന് മാത്രം വ്യക്തമാക്കിയിരുന്നു സംവിധായകൻ രാഹുൽ സദാശിവൻ. ഇതൊരു ഹൊറർ ചിത്രമോ കുഞ്ചമൻ പോറ്റിയുടെ കഥയോ അല്ല. 13 വയസ്സുള്ള കുട്ടിക്ക് പോലും കാണാൻ പറ്റുന്നതൊക്കെ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നും കൂടി ഊട്ടിയുറപ്പിച്ച് പറഞ്ഞപ്പോഴും സോഷ്യൽ മീഡിയ ഉയർത്തിയ ചോദ്യങ്ങൾ ഏറെയുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്ക് കൂടിയുള്ള ഉത്തരങ്ങൾ നാളെ പ്രതീക്ഷിക്കുമ്പോഴും പുതിയ ഭ്രമയുഗം പോസ്റ്റർ വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. മമ്മൂക്കയും നായിക അമാൽഡയും പ്രണയം തുളുമ്പുന്ന ഭാവത്തിൽ പരസ്പരം അഭിമുഖീകരിച്ച് നിൽക്കുന്നതാണ്. ഭ്രമയുഗത്തിന്റെ അണിയറ പ്രവർത്തകർ ഇതുവരെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വച്ചു നീട്ടിയ പ്രതീക്ഷകളിൽ നിന്നും ഏറെ വ്യത്യസ്ത ഭാവമാണ് ഈ പോസ്റ്ററിൽ പ്രതിഫലിക്കുന്നത്. അഥർവത്തിലെ അനന്തനോടുള്ള പ്രണയം കാരണം സ്വയം സമർപ്പിച്ച പൊന്നിയെ ആഗ്രഹമുണ്ടായിട്ട് പോലും ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കാൻ ആഭിചാര പ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രംഗം പോലെ. 35 വർഷം മുമ്പ് പുറത്തിറങ്ങിയ അഥർവം സിനിമയിൽ അഥർവം പഠിച്ച ദുർമന്ത്രവാദ ക്രിയകളിൽ ഏർപ്പെട്ട് ഒടുവിൽ ജീവൻ ബലി നൽകേണ്ടി വന്ന ഒരു മന്ത്രവാദിയുടെ കഥ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാവാം ഏറ്റവും പുതിയ പോസ്റ്ററിന് അങ്ങനെ ഒരു രുചി തോന്നുന്നത്. ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റും പ്രദർശന അനുമതിയും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയത്തെ കുഞ്ചമൻ പോറ്റി ഇല്ലം കോടതിയെ സമീപിച്ചതും കോടതി വിഷയത്തിൽ ഇടപെട്ടതും അതിനെ തുടർന്ന് കുഞ്ചമൻ പോറ്റി തീം എന്ന പേരിൽ പുറത്തുവിട്ട ഗാനം പോറ്റി തീം എന്നും തിരുത്തിയതും കുഞ്ചമൻ പോറ്റി എന്ന പേര് പല സ്ഥലത്തും കൊടുമൺ പോറ്റി എന്നാക്കിയതുമൊക്കെ ദുരൂഹതകൾ തന്നെയാണ്. പക്ഷേ ഇതിനെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിത്രത്തിന്റെ കഥ എന്താണെന്ന് പലരും നിർവചിക്കുമ്പോൾ നിങ്ങളാരും ഒരു കഥ മെനഞ്ഞുകൊണ്ട് വരാതെ ശൂന്യമായ മനസ്സുകൊണ്ട് തിയേറ്ററിലേക്ക് വരണം, ചിത്രത്തിനൊരു കഥയുണ്ട് എന്നാവശ്യപ്പെടുകയാണ് മമ്മൂക്ക. ഭ്രമയുഗം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലാസ് ചിത്രത്തിന്റെ കളർ വേർഷനാണോ അഥർവം എന്ന സംശയത്തിൽ ചിത്രം കാണുന്നതിനുള്ള ആകാംക്ഷകളും ഇരട്ടിക്കുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.